അയാൾ ശരിക്കും രാജിവെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണേ മകളുടെ വിഷയത്തിലൊക്കെ. ശരിക്കും കമ്മ്യൂണിസത്തിൻ്റെ ഒരു അധപ്പതനമാണ് അയാളിപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് തന്നെ. അദ്ദേഹം ശരിക്കും ഒരു ഏകാധിപതിയായിട്ട് ഭരിക്കുന്നു, ജനാധിപത്യമാണെന്ന് പറയുന്നു, നമ്മളത് വിശ്വസിക്കുന്നു. ഭരണം അല്ലല്ലോ നടക്കുന്നത്, എന്തോ നടക്കുകയാണ്. ഇവിടെ കേരളത്തിലാണെങ്കിലും സെൻട്രലിലാണെങ്കിലും പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പിന്നെ എന്തും ചെയ്യാം എന്നുള്ളൊരു കാരണം. എന്ന് കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ഈ തലപ്പത്തിൽ നിന്ന് മാറുന്നു, അമ്മേ കോൺഗ്രസ് രക്ഷപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക് 18 സീറ്റ് പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ അല്ലേ. 2004 ഇതേപോലെ തന്നെ UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് LDF 18 സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. ആ സമയത്ത് AK ആൻ്റണി രാജിവെക്കുകയാണ് ചെയ്തത് മന്ത്രി പദവി. ഇപ്രാവശ്യം അതേപോലെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് LDFന്. ഇപ്രാവശ്യം പിണറായി വിജയൻ രാജിവെക്കുമോ? അയാൾ വെക്കില്ല. അയാൾ ഇതിലും വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നല്ല തൊലിക്കെട്ടിയുള്ള മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ ശരിക്കും രാജിവെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണേ മകളുടെ വിഷയത്തിലൊക്കെ. ശരിക്കും കമ്മ്യൂണിസത്തിൻ്റെ ഒരു അധപ്പതനമാണ് അയാളിപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് തന്നെ. അയാളെ ഏകാധിപതിനെ പോലെയല്ലേ. പിണറായി വിജയൻ നിൽക്കണോ അത് പോണോ? അല്ല, പോകണം. ശരിക്കും രാജിവെക്കണം. അയാൾ മനുഷ്യത്വം നല്ല അന്തസ്സുള്ള ആളാണെങ്കിൽ അത് രാജിവെച്ച് പുറത്തു പോകേണ്ട സമയം കഴിഞ്ഞിരിക്കണേ. അപ്പൊ ഇപ്പൊ ഈ ഇലക്ഷനിൽ കിട്ടിയത് ഈ ഭരണത്തിന്റെ തീർച്ചയായിട്ടും LDF വരെ വോട്ട് മറിച്ചു കൊടുത്ത് ചെയ്ത്. ഇപ്പോൾ തൃശ്ശൂരിൽ മുരളീധരൻ 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അത് ഇപ്പോൾ മുരളീധരന് ഒന്നങ്ങ് അധ്യക്ഷ പദവി കൊടുക്കണം KPCC, അല്ലെങ്കിൽ വയനാടുള്ള സീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ UDFന്റെ കൺവീനർ പദവി കൊടുക്കണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തീരുമാനിച്ചിട്ടുള്ള തീരുമാനം എന്താകണം എന്നാണ് ജനത്തിന്റെ ഒരു. ഇയാൾ നല്ല മനുഷ്യൻ തന്നെ, മുരളീധരൻ നല്ല ആൾ തന്നെ, നല്ല സംഘാടകൻ. പക്ഷേ ഇപ്പോൾ പാർട്ടി തീരുമാനിക്കാണ്ട് ഇപ്പോൾ അയാൾക്ക് അവിടെ കൊടുക്കുക ഇവിടെ കൊടുക്കുക പാർട്ടിയുടെ തീരുമാനമായിരിക്കും അത്. അല്ല, KPCC അധ്യക്ഷനായാൽ നല്ലതാവും. അയാൾ അത് നല്ലപോലെ കൈകാര്യം ചെയ്യും. രാഷ്ട്രീയം വിടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നു. അത് വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തി. പെങ്ങൾ പോയല്ല, പത്മജ BJPയിലേക്ക് പോയല്ല. അപ്പോൾ നല്ല മനുഷ്യനൊക്കെയാണ് ചിലപ്പോൾ അയാളുടെ അഭിപ്രായം. തൃശ്ശൂരിൽ തോൽക്കാനുള്ള കാരണം എന്തായിരിക്കും? അത് ശരിക്കും ഇവരുള്ള പിണറായിയുടെ സഹകരണം, ലാവലിൻ കേസിലൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് LDF മറിച്ച് ചെയ്ത വോട്ടാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ്. UDFന് ഇപ്രാവശ്യം ലോക്സഭയിൽ 18 സീറ്റ് പിടിക്കാൻ കിട്ടി കേരളത്തിൽ. 2004 ഇതേപോലെ UDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ LDF ആണ് 18 സീറ്റ് പിടിച്ചത്. ആ സമയത്ത് മുഖ്യമന്ത്രി AK ആൻ്റണി രാജിവെക്കുകയാണ് ചെയ്തത്. പിണറായി വിജയൻ രാജിവെക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിൻ്റെ നേച്ചർ അങ്ങനെയാണ്. അദ്ദേഹം ഈ ജനാധിപത്യത്തിൽ കൂടെ അധികാരത്തിൽ വന്നവർ ഏകാധിപതിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കില്ല. പിന്നെ ഇന്ത്യയിലെ ഭരണ സംവിധാനം അനുസരിച്ച് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ കൂടെ പോകണം. അതുകൊണ്ട് അദ്ദേഹം ആ റൂട്ട് തിരഞ്ഞെടുത്തതേ ഉള്ളൂ. അദ്ദേഹം ശരിക്കും ഒരു ഏകാധിപതിയായിട്ട് ഭരിക്കുന്നു, ജനാധിപത്യമാണെന്ന് പറയുന്നു, നമ്മളത് വിശ്വസിക്കുന്നു. ഇത്രേ ഉള്ളൂ. പിണറായി വിജയൻ നിൽക്കണോ പോണോ? അല്ല, എനിക്കത് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ അയാൾ പോകത്തില്ല, ഒരിക്കലും. അല്ല, അതിപ്പം അതിൻ്റെ ഒരു മാന്യത അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ നമുക്കായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഭൂരിപക്ഷം MLA-മാരുടെ സപ്പോർട്ടുള്ളിടത്തോളം കാലം അദ്ദേഹം രാജിവെക്കില്ല. ഗവർണർക്കോ പ്രസിഡൻറ്റിനോ രാജിവെക്കാൻ പറയാനും പറ്റത്തില്ല. ജനങ്ങൾ പറഞ്ഞാലും കേൾക്കത്തില്ല. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ ഈ സമയം കളയുന്നത്? നമ്മളതിനു വേണ്ടി പാഴ്വേലയായിപ്പോവും. അതുകൊണ്ട് അതിലെനിക്ക് ഒത്തുപോകുന്നുണ്ടോ? ഭരണത്തോടെങ്ങനെ? ഭരണം അല്ലല്ലോ നടക്കുന്നത്, എന്തോ നടക്കുകയാണ്. മനസ്സിലായല്ലോ. അത് ഇങ്ങനെ പിൻവാതിൽ നിയമനമോ അങ്ങനെ DYFAക്കാരുടെ അതിക്രമങ്ങളോ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു. ഇത് ജനം അറിഞ്ഞു, അതിൻ്റെ ഒരു പ്രതികരണമാണല്ലോ. ജനത്തിനത് അറിയുക മാത്രമല്ല, അത് ഫീൽ ചെയ്തു. ഇപ്പൊ കണ്ടത് ഒരു ജനത്തിന്റെ പ്രതികാരമല്ല. അതെ, ജനത്തിന് ചെയ്യാവുന്ന ഏക കാര്യം ജനം ചെയ്തു, അത്രേ ഉള്ളൂ. വേറെ വല്ലതും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആകെ കിട്ടുന്ന ഒരു ചാൻസാണ്. അപ്പം ജനം അത് ചെയ്തു. അത് കണ്ട് മനസ്സിലാക്കണം ഭരണാധികാരികൾ. അത് ആർക്കറിയാം? അതുപോലെ ആർക്കും അറിയാൻ പറ്റത്തില്ല, ദൈവത്തിന് പോലും അറിയാൻ പറ്റത്തില്ല. പിന്നെ നമുക്കാണ് അറിയാൻ പറ്റുന്നത്. അതൊരിക്കലും നമുക്കറിയാൻ പറ്റില്ല. അതങ്ങനെയാണ്. അതൊരു പാർട്ടി സ്റ്റൈലാണ്. പാർട്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പം
അദ്ദേഹം ഇതുകൊണ്ടൊന്നും ഞാൻ രാജിവെക്കണമെന്നൊന്നും പറയുകയല്ല. എല്ലാ എം എൽ എമാരും അവരുടെ നേതാവിനെ പോലെ തന്നെ ആയിരിക്കും പെരുമാറുന്നത്. അതുകൊണ്ടായിരിക്കും അവരും സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ എം എൽ എമാർ പിൻവലിക്കുമോ? ഒന്നുമില്ലല്ലോ, അതൊന്നും നടക്കില്ല. അതങ്ങനെ തന്നെ നടക്കും. നമ്മളെന്തിനാ ഇതിനു വേണ്ടി സമയം കളയുന്നതെന്നുള്ളതാണ്. വേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടല്ലോ. അതെ. തൃശ്ശൂരിൽ മുരളീധരൻ 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും കാരണം? അതിപ്പം എൻ്റെ അഭിപ്രായത്തിൽ മുരളീധരൻ അഹങ്കാരമൊക്കെ ഉള്ള ഒരു ആളാണെങ്കിലും അങ്ങേരെ ഒരു കഴിവുള്ള മനുഷ്യനാണ്. പക്ഷേ മുരളീധരനെ അവിടെ കൊണ്ടുപോയി ബലി കൊടുത്ത പോലെയാണ് തോന്നുന്നത്. വടകരയിൽ നിന്ന് മാറ്റി നിർത്തിയത് തെറ്റായിപ്പോയി എന്നാണ്. വടകരയിൽ നിന്ന് മാറ്റി നിർത്തിയത് തെറ്റാ, അതൊക്കെ തീരുമാനം. പക്ഷേ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബലി കഴിക്കപ്പെട്ടു. അപ്പോൾ അവസാന നിമിഷം ഈ കാൻഡിഡേറ്റ് മാറ്റിയത് കൊണ്ട് മാത്രം ജനങ്ങൾ മാറി വോട്ട് ചെയ്തു എന്നാണ്. അതുകൊണ്ട് മാത്രമല്ല വോട്ട് ചെയ്തത്, പക്ഷേ അതൊരു പ്രധാന കാര്യമായി തീർന്നു. കാരണം ചില ഏരിയകളിലുള്ള തീരദേശ ഏരിയകളിലൊക്കെ പഴയ സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്ന പിന്തുണ കിട്ടത്തില്ല. പിന്നെ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ കരുണാകരൻ്റെ കുടുംബത്തിൽപ്പെട്ട ആര് തൃശ്ശൂർ മത്സരിച്ചാലും സാധാരണഗതി ജയിക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാമല്ല, അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഞാൻ പൊളിറ്റിക്കൽ ലൈനിലൊന്നും ചിന്തിക്കുന്ന ആളല്ല. അതൊരു പതിവാണ്. ഇതിപ്പോൾ ഇവരെ ആര് കരുണാകരൻ പോലും തോറ്റിട്ടുണ്ട്, പത്മജ തോറ്റിട്ടുണ്ട്, മുരളി തോറ്റിട്ടുണ്ട്, എല്ലാവരും തോക്കും. പിന്നെ അവിടെ വന്ന് ഒരു സാഹസം കാണിച്ച് ജയിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ അവിടെയാണ് തെറ്റ് പറ്റിയത്. പിന്നെ പാർട്ടി പറഞ്ഞതാണെന്നൊക്കെ അദ്ദേഹം പറയും. പിന്നെ അയാളൊക്കെ വേണ്ട തരത്തിൽ പാർട്ടി അക്കോമഡേറ്റ് ചെയ്യുക നല്ലത്. മുരളീധരൻ രാഷ്ട്രീയം വിടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ സംഭവിക്കുമോ? അത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അങ്ങനെ പലതും പണ്ടും പറഞ്ഞിട്ടില്ലേ. അദ്ദേഹം പണ്ട് കോൺഗ്രസ് വിട്ടുപോയിട്ടുള്ള ആളല്ലേ. അതിനുശേഷം തിരിച്ചു വന്നിട്ടുള്ള ആളല്ലേ. കരുണാകരൻ തന്നെ കോൺഗ്രസ് വിട്ടുപോയിട്ടുള്ള ആളല്ലേ, തിരിച്ചു വന്നിട്ടുള്ളതല്ലേ. അത് അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മാറി കളിക്കും. ഇപ്പോൾ ഉണ്ടായ ഒരു സെറ്റ് ബാക്കിൻ്റെ ഭാഗമായിട്ട് വിട്ടുപോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വരും. എന്തു വന്നാലും തിരിച്ചു വരും. വീണ്ടും ഇത് തിരിച്ചു വരും. അത്രയേ ഉള്ളൂ. അല്ല, അതിലൊന്നും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. അതിപ്പം പെട്ടെന്ന് ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ KPCC അധ്യക്ഷ സ്ഥാനം, അല്ലെങ്കിൽ വയനാടുള്ള സീറ്റ്, അല്ലെങ്കിൽ UDF കൺവീനർ പദവി, ഇതിൽ ഏതെങ്കിലും ഒന്ന് മുരളീധരന് കൊടുക്കണം എന്നാണ്. ഇതിൽ നിന്ന് ഏത് പദവിയായിരിക്കും കൂടുതലും യോജിക്കുക? കൂടുതൽ യോജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അതൊന്നുമല്ല ചെയ്യുന്നത്. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് അസംബ്ലിയിലെത്തി. മനസ്സിലായി? പാലക്കാട് ഇപ്പോൾ ഒരു വേക്കൻസി വന്നിട്ടില്ലേ, അവിടെ മത്സരിപ്പിച്ച് ഇവിടെ ഒരു സ്ട്രോങ് പ്രതിപക്ഷത്തെ കൊണ്ടുവരിക. വർത്തമാനം പറയാനും വേണമെങ്കിൽ ഇപ്പോഴത്തെ പിണറായിയോടൊക്കെ ഒന്ന് തട്ടിച്ച് നിൽക്കാൻ പറ്റിയ ഒരിത് കൊടുക്കുക. അല്ലാതെ വെറുതെ ഒരു അക്കോമഡേഷൻ അല്ല വേണ്ടത്. അദ്ദേഹത്തെ പാലക്കാട് മത്സരിപ്പിച്ച് ജയിപ്പിച്ചു കൊടുക്കുക. അതിന് ചെയ്യാം. ഇപ്പോൾ BJP ജയിച്ചെങ്കിലും പൂർണ്ണമായി ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. സഖ്യപക്ഷങ്ങളൊക്കെ കുറേ കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭരണം കിട്ടുന്നതിന് മുന്നേ ഇതാണ് അവസ്ഥയെങ്കിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള രണ്ട് പാർട്ടികളുണ്ടല്ലോ, അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ചാടിക്കൊണ്ടിരിക്കും. പക്ഷേ അത് ഒരു കണക്കിന് നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിക്ക് അപ്രമാദിത്യം കുറയും. അനാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ചങ്കൂറ്റം ഇല്ലാതെ വരും. അത് ആവശ്യമാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ തിരഞ്ഞെടുത്തെന്നോ, അതുതന്നെയാണ് നമ്മുടെ കേരളത്തിലാണെങ്കിലും സെൻട്രലിലാണെങ്കിലും പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പിന്നെ എന്തും ചെയ്യാം എന്നുള്ളൊരു കാരണം. അത് ഭരണഘടനയോ കോടതികളോ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ആരോ വോട്ട് ചെയ്തല്ലേ ഞങ്ങളിവിടെ ജയിച്ചു വന്നത്, പിന്നെ ഞങ്ങൾക്ക് എന്തും ചെയ്യാമല്ലോ എന്നുള്ളൊരു വിചാരമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് അങ്ങനെ ഒരു ഭരണാധികാരിക്കും ഇല്ല. അതായത് എല്ലാവരെയും ജയിലിലടയ്ക്കാനോ എല്ലാവർക്കും എതിരായിട്ട് പ്രവർത്തിക്കാനോ ഉള്ള ഒരു റൈറ്റൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ഭരിക്കാനുള്ള ഒരു അവകാശമാണ് കൊടുത്തത്. അല്ലാതെ അവരുടെ വീട്ടിലേക്ക് നമ്മളതൊന്നും തീരെഴുതി കൊടുത്തതല്ലല്ലോ. അതവർ മനസ്സിലാക്കുന്നില്ല. അതിനുള്ള ഒരു ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇവർക്കൊക്കെ ആദ്യം കൊടുക്കുക നല്ലത്. ഇനി മോദിയുടെ വരാൻ പോകുന്ന ഭരണം എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നാണ്? അല്ല, എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ കൂടുതൽ ഏകാധിപത്യം വെടിഞ്ഞ് കുറച്ചൊക്കെ ജനാധിപത്യത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്.
കാരണം ഒന്നാമത് ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും, പ്രതിപക്ഷം ഉണ്ടാകും. ഇനി പത്രങ്ങളും പ്രതിപക്ഷവും വേണ്ട തരത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു നല്ല ഭരണം അല്ലെങ്കിലും മോദി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ വളരെയധികം പണം സ്വരൂപിക്കാൻ വേണ്ടി എല്ലാ സ്ഥാപനങ്ങളുമൊക്കെ വിറ്റഴിച്ചാണ് കാശുണ്ടാക്കുന്നത്. പിന്നെ അഴിമതിയൊന്നും എല്ലായിടത്തും ഉണ്ട്, അതൊന്നും കുറയത്തൊന്നുമില്ല, അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കേരളത്തിൽ BJP ഒരു സീറ്റ് നേടിയിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ പോയാൽ ഇനിയും കേരളത്തിൽ BJPക്ക് ഭാവി ഉണ്ടാവും എന്ന് തോന്നുന്നു. BJPക്ക് എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഭാവിയുണ്ട്. നമ്മളൊന്ന് നോക്കിക്കേ, ഇത്തവണത്തെ വോട്ട് വിഹിതം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പല പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസികളിലെ ഉള്ളിൽ നിൽക്കുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP മുന്നിലോ ഏകദേശം തൊട്ട് പിന്നിലോ എത്തിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ട്രിവാൻഡ്രത്ത് തന്നെ കട്ട മത്സരമായിരുന്നു ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ. അല്ല, അപ്പോൾ അത് തന്നെയല്ല, അതിനകത്തുള്ള ഓരോ അസംബ്ലി സെഗ്മെൻറ്റ്സും ഒന്ന് എടുത്തു നോക്കുക. അപ്പോഴത്തേക്ക് ഒരു 10-20 സീറ്റൊക്കെ ഈസി ആയിട്ട് പിടിക്കാം. ബാക്കി മറ്റേ കുതിര കച്ചവടത്തിനൊന്നും പോകണമെന്നില്ല, അല്ലാതെ തന്നെ പിടിക്കാം. BJPക്ക് ഭാവിയുണ്ട്, BJPക്ക് ഭാവി ഉണ്ടാകും. കാരണം അത് ഏറ്റവും കൂടുതൽ ഭാവി ഉണ്ടാകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടി ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് കൊണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു വലിയ പാർട്ടിയായിരുന്നു, പക്ഷേ ആ പാർട്ടി അതിൻ്റെ ഇപ്പം ഗോവിന്ദ മാഷൊക്കെ പറയുന്ന സൈദ്ധാന്തിക സിദ്ധാന്തങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് പോയിരിക്കുകയാണ്. അവരവരുടെ അവസരോചിതമായിട്ട് ഒരു നേതാവിനെ പുകഴ്ത്തേണ്ട ഗതികേടിലാണ് ഈ ബാക്കി സഖാക്കൾ. അവരൊരു വലിയ പരിതാപകരമായ അവസ്ഥയിലാണ്. അവരവരുടെ എല്ലാ ആത്മാർത്ഥതകളും കൈവെടിഞ്ഞ് ഒരു നേതാവിനെ പുകഴ്ത്തി ജീവിക്കേണ്ടി വരിക. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതവരുടെ ഒരു ഗതി, നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇപ്രാവശ്യം UDFന് 18 സീറ്റാണ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത് അല്ലേ? 2004 ഇതേപോലെ തന്നെ UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് LDFനായിരുന്നു 18 സീറ്റ് കിട്ടിയത്. ആ കാലത്ത് AK ആൻ്റണി രാജിവെക്കുകയാണ് ചെയ്തത് മന്ത്രി പദവി. ഇപ്രാവശ്യം അതേപോലത്തെ തിരിച്ചടിയാണ് LDFന് കിട്ടിയിരിക്കുന്നത്. പിണറായി വിജയൻ രാജിവെക്കുമോ ഇല്ലയോ? വേണ്ട, പിണറായി വിജയൻ രാജിയൊന്നും വെക്കണ്ട. പിണറായി വിജയന് കുറച്ച് തിരുത്തലുകളുണ്ട്, അതൊന്ന് തിരുത്തിയാൽ മതി. പിന്നെ ഇപ്പോഴത്തെ UDFിലേക്ക് പോയതിൽ പല MP-മാരും, കൊടിക്കുന്നിൽ സുരേഷ് എത്രാമത്തെ പ്രാവശ്യമാണ് ഇത്തവണ പാർലമെൻറ്റിലേക്ക് പോകുന്നത്? അത് മേഡം ഒന്ന് പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ്, മാവേലിക്കരയിൽ നിന്ന് ജയിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് എത്രാമത്തെ പ്രാവശ്യമാണ് ഇലക്ഷൻ നിൽക്കുന്നത്? അല്ല, കോൺഗ്രസിനകത്ത് വേറെ ആൾക്കാരൊന്നുമില്ലേ? 8ാമത്തെ പ്രാവശ്യമാണ് കൊടിക്കുന്നിൽ. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു പോയ കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി ഇന്ത്യ ഇരിക്കുന്നത് KC വേണുഗോപാൽ, നോർത്ത് ഇന്ത്യയിൽ മൊത്തം എല്ലാവരും AICC ജനറൽ സെക്രട്ടറി ഇതും അംഗീകരിക്കുന്നതല്ലേ? പുള്ളിക്ക് ഹിന്ദിയിൽ ഒരു നല്ല പ്രസംഗം നോർത്ത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് സംഭവിക്കാൻ പറ്റുമോ? ഞാൻ കോൺഗ്രസ്സുകാരനാണ്, രാഹുൽ ഗാന്ധി എൻ്റെ ഇതാണ്. പുള്ളി രാഹുൽ ഗാന്ധി മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് കൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്ക് 5 പൈസയുടെ ഒരു പ്രസംഗം നോർത്ത് ഇന്ത്യയിൽ, ഹരിയാന, രാജസ്ഥാൻ, ബീഹാർ, ബംഗാൾ എന്ന് വേണ്ട, മധ്യപ്രദേശ്, ഇവിടെ എവിടെയെങ്കിലും ചെന്ന് പുള്ളിക്ക് ഹിന്ദിയിലോ അതോ അവിടുത്തെ ദേശീയ ഭാഷയിലോ ഒന്ന് പ്രസംഗിക്കാൻ പുള്ളിക്ക് പറ്റുമോ? ഇല്ല, പുള്ളിക്ക് പറ്റത്തില്ല. പുള്ളി കേരളത്തിൽ വന്നിട്ട് ഞാൻ അതങ്ങുണ്ടാക്കി ഇതുണ്ടാക്കി, ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ദണ്ണത്തും കൊണ്ട് പറയുന്നതാണ്, പുള്ളിയെ കൊണ്ട് 5 പൈസയുടെ ഇന്ന് വരെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. പിന്നെ ജയിപ്പിച്ച് വിട്ട്. രാഹുൽ ഗാന്ധി ജയിച്ച 100 സീറ്റ് ഇപ്പം കിട്ടി, അത് ശരി സംഭവിച്ചു. രാഹുൽ ഗാന്ധി ഇപ്പോഴല്ല ജയിക്കേണ്ടത്, കഴിഞ്ഞ 2000 ഈ കഴിഞ്ഞ മോദി ഭരിക്കുന്ന സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി ജയിക്കേണ്ട. അതിനെ ഒറ്റയായിട്ട് വെട്ടിയത് ഈ KC വേണുഗോപാൽ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇപ്പോഴത്തെ 18 സീറ്റ് കിട്ടിയതിൽ പിണറായി വിജയൻ്റെ തെറ്റുകളൊക്കെ ഒരുപാടുണ്ട് ആയിരിക്കും. പക്ഷേ എന്തിനെന്ന് കഴിഞ്ഞാലും അതിനെ മൊത്തമായിട്ട് രാഷ്ട്രീയത്തിലോട്ട് ഇതായിട്ട് പറ്റുകയില്ല. അടുത്ത നിയമസഭാ ഇലക്ഷൻ പറയട്ടെ, പിണറായി വിജയൻ എത്ര സീറ്റ് മേടിക്കും, ഇവിടുത്തെ UDF എത്ര മേടിക്കുമെന്ന് പറയും. UDFനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട്, തിരുത്താനായിട്ടുള്ള ഒരുപാട് ഇതുണ്ട്. അത് തിരുത്തി കഴിയുമ്പോഴത്തേക്ക് UDF ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. ഇപ്പോഴത്തെ ഈ 18 സീറ്റിൽ മേഡം തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ, ഏതൊക്കെ സീറ്റിലാണ് UDFന് മുൻകൈ ഉള്ളത്? ഒന്ന് എറണാകുളം, ഇടുക്കി, കാസർഗോഡ്, പിന്നെ ഇവിടെ പാലക്കാട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അടുത്ത നിയമസഭാ ഇലക്ഷൻ വന്നു മേഡം തന്നെ നോക്കിക്കോ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ മെയിനായിട്ടുള്ള അർത്ഥം 2004 മേഡം ചോദിച്ചതിൻ്റെ ഇത് വെച്ചല്ല. 2004 എനിക്ക് അത്ര ഇതില്ല, AK ആൻ്റണി സമയത്ത് എത്ര സീറ്റ് കിട്ടിയോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ
മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിസഭ ഇപ്പം പണ്ടില്ലേ 100 സീറ്റ് കിട്ടിയാൽ ഞാൻ പാർലമെൻറ്റിൽ പോയെന്ന്. രാഹുൽ ഗാന്ധി മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ കൂട്ടുപോകുന്ന ഒരാളിൻ്റെ അഭിപ്രായമല്ല AICC ജനറൽ സെക്രട്ടറിയുടെ. ഇപ്പം തൽക്കാലം KC വേണുഗോപാൽ ചെയ്യുന്നത് അത് തന്നെയാണ് ചെയ്യുന്നത്. പുള്ളിയെ കൊണ്ട് കഴിഞ്ഞ ആസാം നിയമസഭാ ഇലക്ഷനിൽ ഇപ്പോഴത്തെ ഹേമന്ത് ബിശ്വ ശർമ്മ അവിടുത്തെ രണ്ടാമത് സർവാനന്ദ് സോനോവാളിൽ നിന്ന് മുഖ്യമന്ത്രി പദം ഏറ്റുവാങ്ങിയ ഹേമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു. അപ്പോഴത്തേക്ക് ഈ ആസാം ഇലക്ഷനിൽ അവിടുത്തെ ജനങ്ങൾ, ഞാൻ അവിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ പറയാം, അവിടുത്തെ ജനങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ കോൺഗ്രസിനകത്ത് ആരുമില്ലേ ഒന്ന് സംസാരിക്കാൻ പോലും, അറ്റ്ലീസ്റ്റ് ഒന്ന് എന്തെങ്കിലും പറയാനുണ്ട്. അപ്പോൾ ഇവിടെ KC വേണുഗോപാലും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ പ്രസംഗിക്കാൻ ആരെ കൊണ്ട് പറ്റുകയില്ല. ആസാമിലൊക്കെ ചെന്ന് കഴിഞ്ഞ് ആസാമീസ് ഭാഷ അല്ല ബംഗാളി ഭാഷ എന്ന് പറയണം. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ആണ് ഈ AICC ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്ത് തലപ്പത്ത് നിൽക്കേണ്ടത്. അത് KC വേണുഗോപാലാണെങ്കിലും വേറെ ആരാണെങ്കിലും. അതേസമയം വേറെ പലരും ഉണ്ട്, അവരെ ആരെയും പറ്റുകയില്ല. ഇപ്പം ബലം കൈയായിട്ട് നിൽക്കുക എന്ന് KC വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ഈ തലപ്പത്തിൽ നിന്ന് മാറുന്നു, അന്നേ കോൺഗ്രസ് രക്ഷപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തൃശ്ശൂരിൽ K മുരളീധരൻ 3-ാം സ്ഥാനത്തല്ലേ എത്തിയത്? അതെ. അതിന്റെ കാരണം എന്തായിരിക്കും? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം, അവിടുത്തെ ക്രൈസ്തവ വോട്ടുകാരികൾ വ്യക്തിപരമായിട്ടുള്ള ആശയത്തിൽ സുരേഷ് ഗോപി സാറിന്. അപ്പോൾ സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളാണ് കിട്ടിയത് എന്നാണോ? അതെ, അവിടുത്തെ BJPയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ 90% സുരേഷ് ഗോപി സാറിന് കിട്ടിയിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ തോന്നാൻ? അവിടുത്തെ ക്രൈസ്തവ വോട്ടുകളും അല്ലാത്ത ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ 90% സുരേഷ് ഗോപി സാറിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുരളീധരൻ തോക്കാനായിട്ടുള്ള ഒരാളല്ല, പക്ഷെ അവിടെ തോറ്റതിൽ സമ്മതിക്കുന്നു, ഇതായിട്ട് സമ്മതിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ രാഷ്ട്രീയം വിടുന്നു എന്നാണ്. ഇല്ല മാഡം, പുള്ളി രാഷ്ട്രീയമൊന്നും വിടത്തില്ല. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരിക്കലും രാഷ്ട്രീയം വിടാൻ പോകുന്നില്ല. ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള അല്ല, മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരനോ അങ്ങനെയുള്ള ആ വ്യക്തി ഒരിക്കലും രാഷ്ട്രീയം പെടാൻ പോകുന്നില്ല. പക്ഷേ ഇത്തവണ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വ്യക്തിപരമായിട്ടുള്ള ഇതിൽ സുരേഷ് ഗോപിക്ക് അവിടെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥം. ഇപ്പോൾ പറയുന്നത് മുരളീധരന് ഒന്നെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനം കൊടുക്കണം, അല്ലെങ്കിൽ വയനാടുള്ള സീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ UDF കൺവീനർ പദവി കൊടുക്കണം എന്നാണ്. KPCC അധ്യക്ഷ സ്ഥാനം ഏത് പദവിയായിരിക്കും കൂടുതലും നല്ല? KPCC അധ്യക്ഷ സ്ഥാനം മുരളീധരൻ നേരത്തെ വഹിച്ചിട്ടുള്ളതാണ്. അത്ര അല്ലായിരുന്നു. KPCC എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സുധാകരൻ വഹിക്കുന്നതും ശരിയല്ല, ഇനി ഇപ്പം മുരളീധരൻ വഹിക്കുന്നതും ശരിയല്ല. കാരണം KPCC എന്ന് പറഞ്ഞാൽ അടിത്തട്ടിൽ നിന്ന് വരേണ്ടതാണ്. അടിത്തട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ തന്നെ ഇവർക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവിനോ ഏതെങ്കിലും ഒരാൾക്കോ ഇന്ന സ്ഥലത്ത് ഇന്ന വോട്ടുണ്ട്, ഇത്ര ആൾക്കാർ നമുക്ക് വോട്ടിൻ്റെ ഇതാണ്, താഴെ തട്ടിയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ ഒന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരു മറുപടിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം K മുരളീധരനോ അല്ലെങ്കിൽ K സുധാകരനോ അല്ല KPCC പ്രസിഡൻ്റ് ആകേണ്ടത്. നല്ല ചുറിയുർക്കുന്നതിൻ്റെ അല്ലെന്ന് അർത്ഥമില്ല, താഴെ തട്ടി ഇന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന മണ്ഡലത്തിൽ ഇന്ന ഡിസ്ട്രിക്റ്റിൽ ഇന്ന സ്ഥലത്ത് ഇത്ര ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ടു അവിടെ പോയി വഴക്കിടാനും മറ്റോ ഒന്നിനുമല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരാളായിരിക്കും വേണ്ടത്. അത് K മുരളീധരനെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി വയനാട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം. വയനാട് യാദൃച്ഛ 90% വയനാട് മുരളീധരന് കൊടുക്കല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വയനാട്ടിലെ ജനങ്ങൾ വീണ്ടും മടുക്കുമെന്ന എൻ്റെ അഭിപ്രായം. അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ എന്താ പറയുന്നത് റായ്ബറേലി സീറ്റ് പുള്ളി അവോയ്ഡ് ചെയ്തുകൊണ്ട് വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം വയനാട് സീറ്റ് ഇപ്പം K മുരളീധരന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ ഇരട്ടത്താപ്പായി മാറും. കാരണം വയനാട് കൺവീനർ പദവിയോ അതിപ്പോൾ ഉണ്ടല്ലോ മാഡം, MM ഹസൻ ഉണ്ടല്ലോ ഇപ്പം. അത് കൊടുത്താലോ? അതിനോട് താല്പര്യമില്ല. MM ഹസനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനില്ല. പക്ഷേ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡന്റ് പദവി മുരളീധരൻ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ നന്മയെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. മുരളീധരനെ കുറിച്ചറിയാം, പിന്നെ രമേശ് ചെന്നിത്തലയെ കുറിച്ചറിയാം. അങ്ങനെയുള്ള KPCC പ്രസിഡന്റ് പദവി നോക്കി എല്ലാവരെയും അറിയാം. ഇത് പറയാനുള്ളൊരു അവസരം മേഡം ഇപ്പോൾ ഒരുക്കി തന്നുകൊണ്ട് പറയുക. ഏത് ചാനലിലും പ്രക്ഷേപിച്ചോ ഒരു കുഴപ്പമില്ല. ഈ സത്യമായിട്ട് പറയാം, ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ്റെ യഥാർത്ഥ അടിത്തട്ടയിൽ നിന്ന് വരുന്ന ഒരു വികാരമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ മുരളീധരനാണെങ്കിലും K സുധാകരനാണ്. K സുധാകരനൊക്കെ പണ്ട്
KPCC പ്രസിഡന്റ് ആകുന്നതിന് മുന്നേ ഭയങ്കര ഇതായിട്ടുള്ളതാണ്. ഇപ്പം കെ സുധാകരൻ ഒന്നുമല്ല, പിന്നെ അവിടെ ജയിച്ചു എന്നുള്ളത് ഒരു വ്യക്തിപരമായിട്ടുള്ള സത്യമാണ്. പിന്നെ ഇപ്പോൾ BJP ജയിച്ചെങ്കിലും എന്താ പാർട്ടിക്കുള്ളിൽ തന്നെ എന്ന് വെച്ചാൽ സഖ്യ പാർട്ടികൾ തമ്മിൽ എന്താ പറയുക മത്സരമാണ് പ്രധാനമന്ത്രി പദവിക്ക് വേണ്ടിയിട്ട്. അതിനെക്കുറിച്ച് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചന്ദ്രബാബു നായിഡു പറഞ്ഞില്ലല്ലോ മാഡം. അവർക്ക് സഖ്യകക്ഷികൾ ഇത് ഇന്നലത്തെ ന്യൂസ് കേട്ടതിൽ അതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സഖ്യകക്ഷികളും പൂർണ്ണ സമ്മർദ്ദത്തോടെ സപ്പോർട്ട് ചെയ്യുന്നെന്നുള്ളേ പറഞ്ഞുള്ളൂ. അല്ലാതെ മത്സരത്തിൻ്റെ കാര്യമൊന്നും ഇപ്പം ഇതുവരെ പറഞ്ഞില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞില്ല മാഡം. അതിനെക്കുറിച്ച് പിന്നെ കിട്ടുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ കലഹം ഉണ്ടായാൽ ഭരണം എങ്ങനെയായിരിക്കും? ഇല്ല, ഭരണം കിട്ടുന്നതിന് കാരണം ഇപ്പം ഇല്ല. ചന്ദ്രബാബു നായിഡു അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്തും പൂർണ്ണമായിട്ട് 5 വർഷം സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ചന്ദ്രബാബു നായിഡു. നിതീഷ് കുമാറിനെ കുറിച്ച് അറിയത്തില്ല, പുള്ളി അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോവോ ഒന്നും അറിയത്തില്ല. പക്ഷേ ചന്ദ്രബാബു നായിഡുവിനെ കുറിച്ച് ഇപ്പം പറയുന്നത് അങ്ങനെ ഇപ്പോൾ ആന്ധ്രയുടെ പദവിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുത്തേ പറ്റൂ. പക്ഷേ അല്ലാതെ നിതീഷ് കുമാറിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഇനി വരാൻ പോകുന്ന മോദിയുടെ ഭരണത്തെ പറ്റി എന്താണ്? ഇനിയും വരാൻ പോകുന്ന മോദിയുടെ ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പത്തി ഒതുങ്ങുമെന്നുള്ളൊരു സത്യാവസ്ഥയാണ്. പത്തി, അതായത് നമ്മുടെ ഈ പത്തി ഇങ്ങനെ കുറച്ച് മാറ്റുമെന്നുള്ളത് സത്യാവസ്ഥയാണ് മാഡം. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ.